നമസ്കാരം. കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ പിതാവ് സനുമോഹൻ കുറ്റക്കാരൻ. മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർപ്പുഴയിൽ തള്ളിയ കേസിൽ പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധിയിൽ വാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. എറണാകുളം പ്രത്യേക കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. 13 വയസ്സായ വൈഗയെ ശീതളപാനീയത്തിൽ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി സനുമോഹൻ മുട്ടാർപ്പുഴയിൽ എറിഞ്ഞെന്നാണ് കേസ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 2021 മാർച്ചിലാണ് സനുമോഹനെയും മകളായ വൈഗയും കാണാതായതായി കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. ആലപ്പുഴയിലെ ഭാര്യ വീട്ടിൽ നിന്നും ബന്ധുവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് സനുമോഹൻ വൈഗയുമായി ഇറങ്ങിയത്. മാർച്ച് 22-ന് മുട്ടാർപ്പുഴയിൽ വൈഗയുടെ മൃതദേഹം കണ്ടെത്തി. സനുമോഹനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന ധാരണയിൽ 2 ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സനുമോഹൻ മകളെ കൊന്ന് നാടുവിട്ടതായി പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ 1 മാസത്തിനു ശേഷം കർണാടകയിലെ കാർവാറിൽ വെച്ചാണ് സനുമോഹൻ പിടിയിലാകുന്നത്. മാർച്ച് 22-നായിരുന്നു മുട്ടാർപ്പുഴയിൽ നിന്ന് വൈഗയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്ന് അമ്മാവനെ കാണിക്കാനാണെന്ന് പറഞ്ഞായിരുന്നു സനുമോഹൻ മകളെ കൂട്ടിക്കൊണ്ടുവന്നത്. എറണാകുളം കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മുട്ടാർപ്പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതക ശേഷം മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ച് പ്രതി സംസ്ഥാനം വിട്ടു. ഗോവ, കോയമ്പത്തൂർ, മൂകാംബിക തുടങ്ങിയ ഇടങ്ങളിൽ ഒളിവിൽ താമസിച്ചു. പ്രതിയായ സനുമോഹനെ കർണാടക പോലീസ് കാർവാറിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് തൃക്കാക്കര പോലീസിന് കൈമാറുകയും ചെയ്തു. സംഭവം നടന്ന 81-ാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 1200 പേജുള്ള കുറ്റപത്രത്തിൽ 300 പേരുടെ സാക്ഷിമൊഴികളാണുള്ളത്. ഇതിൽ 97 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. വിചാരണ വേളയിൽ അതിവൈകാരികമായി പ്രതികരിച്ച സനുമോഹൻ കുറ്റം കോടതിയിൽ തുറന്നു സമ്മതിച്ചു. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയാണ് വൈഗ മരിച്ചതെന്ന് കണ്ടെത്തിയ ഡോക്ടറാണ് പ്രധാന സാക്ഷി. കൊലപാതകം, കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ മദ്യം നൽകുക, തെളിവ് നശിപ്പിക്കുക എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും സനുമോഹനെതിരെ ചുമത്തിയിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അന്വേഷണ സംഘം തെളിവ് ശേഖരിച്ചത്. സനുവിന്റെ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ ബീഹാറിൽ നിന്നും വസ്ത്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചു. 134 തൊണ്ടിമുതലുകളും 34 രേഖകളും തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. വിചാരണ വേളയിൽ സാക്ഷികളാരും കൂറുമാറാത്തതും പ്രോസിക്യൂഷന് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. വധശിക്ഷയോ ജീവിതാവസാനം വരെ തടവോ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന സനുമോഹൻ മകൾ ജീവിച്ചിരുന്നാൽ ബാധ്യതയാകുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. ആലപ്പുഴയിൽ നിന്ന് മകളെയും കൂട്ടി കൊച്ചി കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിലെത്തിയ സനുമോഹൻ ഇവിടെ വെച്ചാണ് വൈകിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നാലെ മുട്ടാർപ്പുഴയിൽ പാലത്തിലെത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് കാറുമായി പ്രതി സംസ്ഥാനം വിടുകയുമായിരുന്നു. പ്രതി വിറ്റ കാറും മകളുടെ ആഭരണങ്ങളും പോലീസ് സംഘം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കർണാടകയിൽ നിന്നും കണ്ടെടുത്തു. മകളെ ഇല്ലാതാക്കിയായിരുന്നു അച്ഛന്റെ ലക്ഷ്യം. മകളെ മദ്യം നൽകി ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിലെ ക്ലൈമാക്സ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായിരുന്നു. സനുവിനെ തിരഞ്ഞ് പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 60ഓളം ഹോട്ടലുകളിലും 16ഓളം വീടുകളിലുമാണ് അന്വേഷണം നടത്തിയത്.